ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ഇവിടെ ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കാനുണ്ടായ കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരുന്നു. അപ്പൊ അതിനോട് എന്താണ് അഭിപ്രായം? രാഷ്ട്രീയമായിട്ടുള്ള അയ്യപ്പന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ്. അതുകൊണ്ട് ഞാനും വന്നു. ശാരീരികമായിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടും അതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യമുണ്ട്. 2018 ഞാൻ വന്നായിരുന്നു. അയ്യപ്പന്റെ കാര്യത്തിന് വേണ്ടി വരുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് അത് ഭഗവാനല്ലേ നമ്മുടെ കാര്യം. ഈ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്താണ് പറയാനുള്ളത്? ഒരു അഭിപ്രായമായിട്ട് എന്താണ് പറയുന്നത്? അഭിപ്രായം പിണറായിയോട് എന്താന്ന് ചോദിച്ചാൽ ഭക്തർക്കൊപ്പം നിൽക്കുമെന്നുള്ളത്. മുഖ്യമന്ത്രി എന്നാൽ ഭക്തർക്കൊപ്പം പിന്നെ ശബരിമല വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. അല്ല അവിടെ രാഷ്ട്രീയം കലർത്തിയിട്ട് ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് ഓടി വന്നിട്ട് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അല്ലാതെ ചെയ്തു തരാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ കേരളത്തിലെ ഹിന്ദു സമൂഹം ഇടതുപക്ഷത്തിന് നിരന്തരമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട്. ഈ പറയുന്ന അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള CPM പ്രവർത്തകരടക്കം. അവരോട് എന്താണ് ഈ സമയത്ത് പറയുന്നത്? അവർക്കൊക്കെ ഒരു മാറ്റത്തിനുള്ളൊരു സാഹചര്യമുണ്ട് മാനസികമായിട്ട്. അവർ മാനസികമായിട്ട് അവർക്കുണ്ടായിട്ടാണല്ലോ ഇത്ര ഭക്തജനങ്ങൾ ഇന്ന് ഇവിടെ തന്നെ വന്നു. അപ്പോൾ അതൊരു മാറ്റത്തിൻ്റെ ലക്ഷണം തന്നെയല്ലേ. അതിന് പിന്നെ പ്രത്യേകിച്ച് മാറ്റം ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംസ്ഥാന സർക്കാർ നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചേച്ചി വിശ്വസിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് പറയാം. ആഗോള സംഗമം എന്ന് പറയുമ്പോൾ നിക്ഷേപ സംഗമം ഭക്തസംഗമം നടത്തി. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിക്ഷേപം സാമ്പത്തിക ലാഭം. കേരളത്തിലെ ഹിന്ദു സമൂഹം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസികമായിട്ട് ഒരുപാട് വേദനിച്ച ആളുകളുടെ മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു സംസ്ഥാന സർക്കാർ അങ്ങനെ ഭക്തരെ എല്ലാം പങ്കെടുപ്പിക്കണം. ഭക്തരെ ഒന്നും പങ്കെടുപ്പിച്ചിട്ടില്ലല്ലോ. അപ്പം എങ്ങനെ അത് തണുപ്പിക്കാനാണ്? ഈ ശബരിമലക്ക് എന്തെങ്കിലും പ്രയോജനം ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം കൊണ്ടുണ്ടാവുമെന്ന് തോന്നുന്നു? അപ്പോൾ എന്താണ്? ഒന്നുമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനൊരു മാറ്റം എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ സംസ്ഥാനത്തെ ഈ ഒരു ഭരണം അയ്യപ്പ വിരുദ്ധ ഉള്ള ഒരു ഭരണം മാറണമെന്നാണ്. അവർ ഭരിക്കോ വേറൊരാൾ ഭരിക്കോ അത് ഭരണത്തിലല്ലോ. ഭക്തർക്കൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ഏത് സർക്കാരും. ഇപ്പോൾ ഈ SNDP NSS പോലെയുള്ള സംഘടനകൾ ആഗോള അയ്യപ്പ ഭക്ത സംഘടനകൾ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പറയുന്ന CPMൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞിട്ടും അവരോടൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണമെന്താണ്? അത് സമുദായ സംഘടനകളെന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ആനുകൂല്യം കാര്യങ്ങൾ അതൊക്കെയാണ് അതിൻ്റെ പിന്നിൽ. അല്ലാതെ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാൻ സമുദായങ്ങളെ നേടിയെടുക്കണമെന്ന് അവർക്ക് ഉദ്ദേശമുള്ളതുകൊണ്ട് അവർ ചേച്ചി നമസ്കാരം. സ്ഥലം എവിടെയാണ്? പരിപാടി എങ്ങനെയുണ്ട്? പരിപാടി എന്നല്ല പറയേണ്ടത്. ഒരു അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മയായിരുന്നു. വലിയൊരു പരിപാടിയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്നത് വെച്ച് നോക്കുമ്പം ഇതാണ് അയ്യപ്പ സംഗമം. ഇതാണ് അയ്യപ്പ ഭക്തരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇനി അങ്ങനെ ഞങ്ങൾ ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ്. ഇതിവിടെ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കയ്യിലാണ് എഴുതി കൊടുത്തത്. അത് ഞങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഈ അയ്യപ്പ സംഗമത്തിനും ഇതിനകത്ത് പിന്നെ നമ്മളെടുത്തു വെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. ഞങ്ങൾ പന്ത്രണ്ടത്തെ കൗൺസിലേഴ്സാണ്. ഞങ്ങളും ഞങ്ങളുടെ കഴിവത് അതിനുവേണ്ടി എല്ലാ ഹെൽപ്പും ഉണ്ടാവും. ഇപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം എന്താണെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് പച്ച മലയാളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. വോട്ട് പിടുത്തം മാത്രമല്ല, ഫണ്ട് കളക്ഷൻ. അതായത് എൻ്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. ഫണ്ട് കളക്ഷൻ ഉപരി അദ്ദേഹത്തിൻ്റെ പിന്നെ ബാക്കിയുള്ള അനുയായികളൊക്കെ ഇപ്പോൾ അയ്യപ്പൻ്റെ തിരിച്ചടി വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തോ ദേവപ്രശ്നം നടന്ന സമയത്ത് എങ്ങാണ്ട് 10,000 ശരണം വിളി എങ്ങാണ്ട് വേണമെന്ന് ആദ്യത്തെ ദേവപ്രശ്നത്തിൽ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ടിരുന്ന് ശരണം വിളിക്കാൻ പുള്ളിക്ക് അറിയില്ല സത്യത്തിൽ. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ആകുമ്പം ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ എത്ര ഭക്തിസാന്ദ്രമായിട്ടാണ് വിളിച്ചത്. അപ്പോൾ അവിടെ അവർക്ക് അറിയാത്ത ഭാഷയിൽ ശരണം വിളിച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അപ്പോൾ സംഭവം ഇത് നടന്നത് അത് തന്നെയാണ്.
ഫണ്ട് കളക്ഷനാണ്. അല്ലാതെ അയ്യപ്പ സംഗമോ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനമോ ഇതൊന്നും അവരുടെ ലക്ഷ്യമല്ല. അവരെങ്ങനെ ലക്ഷ്യം മുന്നോട്ട് വെക്കും? എന്താണ് ശബരിമലയുടെ ആചാര ലംഘനം നടത്താൻ മുന്നോട്ട് വന്നവരെ എങ്ങനെയാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത്? എങ്ങനെയാണ് വികസനം കൊണ്ടുവരുന്നത്? അപ്പൊ അന്നും ഇന്നും ഞങ്ങൾ പന്തളത്തുള്ള ഭക്തർ അല്ലെങ്കിൽ പന്തളത്തുള്ള അമ്മമാര് അല്ലെങ്കിൽ അയ്യപ്പനെ സ്നേഹിക്കുന്ന ഞങ്ങളാണ് അന്നും ഇന്നും മുന്നോട്ട് നിന്നത്. ഇനിയായാലും ഞങ്ങളുടെയൊക്കെ ജീവൻ പോകുന്നത് വരെ ഭഗവാന് വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിലുണ്ടാവും. ചേച്ചി, ഇപ്പോൾ കേരളത്തിലെ ഹിന്ദു സമൂഹം LDF സർക്കാർ നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ കേരളത്തിലെ ഹിന്ദു സമൂഹം എങ്ങനെയായിരിക്കും ഇത് കാണുന്നത്? മനസ്സിലായല്ലോ? നമ്മൾ LDF സർക്കാർ നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പരിപാടി ഏത് തരത്തിലായിരിക്കും കേരളത്തിലെ ഹിന്ദു സമൂഹം നോക്കിക്കാണുന്നത്? സഹോദര, അത് എല്ലാവർക്കും തെളിഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യം വരുന്ന 2 ഇലക്ഷൻ, തദ്ദേശ ഇലക്ഷൻ ആയാലും വരുന്ന നിയമസഭാ ഇലക്ഷൻ ആയാലും ഹിന്ദുക്കളുടെ വോട്ട് നേടുക. അത് ഈ ജന്മം അവർ ഇനി നേടിയെടുക്കത്തില്ല. ഭഗവാൻ ഉള്ളിടത്തോളം കാലം ഭഗവാനെ വിറ്റ് കാശാക്കാൻ മുതലെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഇനി ഒരു ഹിന്ദുക്കളും വോട്ട് ചെയ്യത്തില്ല. അത് പച്ച മലയാളത്തിൽ തുറന്നു പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ചേച്ചി, ഇപ്പോൾ പേരുണ്ടായിരുന്നു ചേച്ചി? പന്തളം സ്വദേശിയാണ് ചേച്ചി. ഇപ്പോൾ ഈ ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും വിശ്വാസികളായിട്ടുള്ള പലരും CPM-ൽ ആയിരക്കണക്കിന് ആളുകൾ CPM-ൽ പ്രവർത്തിക്കുന്നുണ്ട്, ഹിന്ദുക്കളായിട്ടുള്ളത്. അവരോട് ഈ ഒരു സമയത്ത് എന്താണ് പറയുന്നത്? രംഗത്ത് വരാതെ അവർ പറയുന്ന പല രീതിയിൽ പറയുന്ന അയ്യപ്പനെ പോയി തൊഴുന്നവരാണ് ഞങ്ങൾ, അയ്യപ്പന്റെ അനുഗ്രഹമുള്ളവരാണ്. പക്ഷെ അതൊക്കെ സ്പഷ്ടമായിട്ട് പുറത്ത് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളാണെന്ന് അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ വിഷയമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംഘപരിവാർ നടത്തുന്നുള്ള രീതിയിലുള്ളൊരു ആരോപണം CPM പറയുന്നത്. അതിൽ എങ്ങനെയാണ് കാണുന്നത്? ഒരിക്കലുമല്ല. അത് CPM എന്ന രാഷ്ട്രീയമല്ലേ പറയുന്നത്. ഇവിടെ നടന്ന ഇന്നത്തെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ കോടാനൂരി ഭക്തർക്ക് വേണ്ടിയിട്ടുള്ളൊരു അയ്യപ്പ സംഗമമാണ്. അറിയാമല്ലോ, ഇവിടെ നിന്നുള്ള ഭക്തജനസാഗരമാണ് ഇവിടെ ഒഴുകിയെത്തിയത്. ഈ കേരള സ്റ്റേറ്റിൽ നിന്ന് മാത്രമല്ല, എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരാണ് ഒരു രാഷ്ട്രീയമായി ഇത് കാണുന്നത്. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തല്ലോ, എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ തന്നെ കണ്ടതല്ലേ, ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടതല്ലേ നിങ്ങളിതെല്ലാം. ഇപ്പോൾ ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ള എന്താ? സംസ്ഥാന സർക്കാരിനോട് ഇത് കണ്ടിട്ടെങ്കിലും പാഠം പഠിക്കുക. അവരൊരു സംഗമം നടത്തിയല്ലോ, ആഗോള സംഗമം എന്ന് പറഞ്ഞു. അവിടെ ഇവിടെ വെറും ഗോളം മാത്രമായി തീർന്നില്ലായിരുന്നു. ഇത് കണ്ടു, ആരും ക്ഷണിച്ചിട്ട് വന്നതല്ല. ഇത് കെട്ടെറിഞ്ഞ് വന്ന ഭക്തജനങ്ങളാണ്, അയ്യപ്പന്റെ ഭക്തജനം. ഇത് കണ്ട് പഠിക്കാൻ പറയും. ഇനിയെങ്കിലും മാറ്റം വരുത്താൻ പറയും സർക്കാരിനോട്. എനിക്ക് അത്രേ പറയാനും. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു പ്രതിസന്ധിയായിരുന്നല്ലോ 2018 ഈ ഒരു ശബരിമല വിഷയം. അപ്പോൾ ഇപ്പോഴും ആ ഒരു വേദന മാറിയിട്ടില്ല കേരളത്തിലെ ഹിന്ദു. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ടോ? സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ തവണത്തെ അവരുടെ ഒരു ആഗോള സമ്മേളനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കൃത്യമായിട്ട് അവരുടെ ഭരണ നേട്ടം. ഇപ്പോൾ ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു എന്താ പറയുക, മുഖം മൂടിയിട്ടുള്ള ഭയങ്കര ഒരു അഭിനയം കാഴ്ചവെച്ചു. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ഹിന്ദുക്കളെ വേർതിരിച്ച് 2 വിഭാഗമായിട്ട് തിരിച്ച് വോട്ട് നേടാമെന്നുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ് ഇതോടുകൂടി പറയാനുള്ളത്. അത് കൺമുമ്പിൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ നിൽക്കാൻ പോലും ആൾക്കാർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിലായിരുന്നു ജനങ്ങൾ. പിന്നെയും വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതാണ് ഭക്തന്മാർ, ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ CPM-ൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു സമൂഹത്തോട് ഹിന്ദു സമൂഹം ഇനിയെങ്കിലും ഉണരും. മതേതരത്വം എന്ന് പറഞ്ഞു നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന മതേതരത്വമല്ല, അല്ലാത്തതാണ്. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഹിന്ദു സമൂഹം ഉണർന്നാൽ മാത്രമേ ഹിന്ദുവിനിവിടെ ജീവിക്കാൻ സാധിക്കൂ. അതാണ് എനിക്ക് പറയാനുള്ളത്.